പക്ഷെ അത് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. ഏതിന്? എക്സാമിന്റെ മുന്നേ. അപ്പൊ ഇതിലൊരു 200 അടിക്കാൻ ഒരു പക്ഷെ ഒരു മാർക്ക് പോലും മാത്തമാറ്റിക്സിൽ സ്കോർ ചെയ്യാതെ മറ്റതിൽ രണ്ടിലും ഫുൾ അടിച്ചാൽ ആ കുട്ടിക്ക് പറ്റുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ഡിറ്റർമിന്റ് കൂടി പഠിച്ചു പോയാൽ നിങ്ങൾക്ക് അതിൽ ചോദിക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഒരു ഔട്ട് ഓഫ് NCERTക്ക് പുറമെ വേറൊരു ബുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യകത തോന്നിയിട്ടുണ്ടോ? സർ, ഇതൊരു വളരെ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പഠിച്ചാൽ ജെഇ കിട്ടുമോ എന്നുള്ളതാണ് ആക്ച്വലി ഓരോ സ്റ്റുഡന്റിന്റെയും ഡൗട്ട് എന്നത്. ഹലോ ഡിയർ ജെഇ ആസ്പിറന്റ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാല് നമ്മുടെ ജെഇ മെയിൻ എക്സാമിന് ഇനിയും വളരെ 7 മാസം, ഒരു 6 മുതൽ 7 മാസം വരെ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പൊ പല കുട്ടികളുടെയും കൺസേൺ ആയിരിക്കും, ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇനി പഠിച്ചാൽ കിട്ടുമോ, അല്ലെങ്കിൽ എന്തൊക്കെ ആയിരിക്കണം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ഒരുപാട് തവണകളിലായിട്ട് ചോദിക്കുന്നുണ്ട്. സോ ഇന്ന് നമ്മളോടൊപ്പം എന്ന് പറയുന്നത് IIT മദ്രാസ് ഗ്രാജുവേറ്റ്, അതായത് +2 തന്നെ പഠിച്ചിട്ട് കീമിൽ അത്യാവശ്യം നല്ലൊരു റാങ്കും അതിനുശേഷം ഒരു വർഷം റിപ്പീറ്റ് ചെയ്തതിനു ശേഷം IIT മദ്രാസിൽ പഠിച്ച് ദെൻ ഇപ്പോ എജുപോർട്ടിലെ മാത്ത് ഫാക്കൾട്ടി ആയിട്ടുള്ള അബ്ഷർ സാർ ആണ്. സോ അബ്ഷർ സാർ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പഠിച്ചാലാണ് നിങ്ങളെ NITയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ സർ, ഞാൻ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോ ഇപ്പൊ നമുക്കൊരു 7 മാസങ്ങളോളം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ സാറ് ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഒരാളെന്നുള്ള രീതിയിലും ഇത് ഒരു ജെയുടെ ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെന്നുള്ള രീതിക്ക് സാറിന് അക്യുറേറ്റ്ലി പറയാൻ പറ്റും. സാർ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കീമിൽ നല്ല റാങ്ക് ഉണ്ടായിരുന്നു, ബട്ട് എനിക്ക് ജെഇയിൽ +2 ഒരു നല്ലൊരു റാങ്കിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല എന്നുള്ളത്. സോ സാറിന്റെ എക്സ്പീരിയൻസ് ഒരു സാർ ടൈം ട്രാവൽ ചെയ്ത് ഒരു ബാക്കിലേക്ക്, ഒരു വർഷങ്ങളോളം ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഒരു അൾട്ടിമേറ്റ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ചോദിക്കുകയാണ്, സാർ ഇനി എന്താണ് ഒരു 7 മാസം ചെയ്യാനുള്ളത് എന്ന് പറയുകയാണ്, സാർ എന്താണ് ചെയ്യുക? സോ കാര്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം തിയറി ഏറെക്കുറെ എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. എല്ലാത്തിനും തിയറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബോർഡ് എക്സാം ലെവലിലുള്ള തിയറി ഒക്കെ എല്ലാവരും കണ്ട് പരിചയമുണ്ടാവും. കാര്യമായിട്ട് പറയാനുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് പരമാവധി കാണുക എന്നുള്ളതാണ്. സോ പുതിയ മെയിൻസിന് ചോദിക്കുന്ന ഇപ്പോൾ 2027 ചോദിക്കാൻ പോകുന്ന മെയിൻസിന് വരുന്ന ക്വസ്റ്റൻസ് കുറേ എണ്ണം 2026 ചോദിച്ചതും 2025 ചോദിച്ചതും അങ്ങനത്തെ ആയിട്ടുള്ള ഇതായിരിക്കും. പറയുമ്പോൾ ഒരുപക്ഷെ കുട്ടികൾ വിചാരിക്കും ഇതൊരു ബോർഡ് എക്സാം പോലെ തന്നെയുള്ള ഒരു എക്സാം ആണ്. അതായത് കഴിഞ്ഞ വർഷം ഇപ്പോ നമുക്കറിയാം DNF ബ്ലോക്ക് എലമെന്റുകളിൽ വർഷങ്ങളായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ലാൻഡ് കൺട്രാക്ഷൻ ആൻഡ് റൈറ്റ് ഈസ് ടു കോൺസിക്വൻസ്. ആ രീതിക്കുള്ളതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സംഭവം ഏറെക്കുറെ റിലേറ്റഡ് ആണ്, കോൺസെപ്റ്റ് റിപ്പീറ്റിംഗ് ആണ്. എന്നുവെച്ചാൽ ബോർഡ് എക്സാമിൽ ഒരു ബക്കറ്റ് എന്ന് ചോദിക്കും, ജെയ്മീൻസ് കടലെന്ന് ചോദിക്കും. ആ ഒരു വ്യത്യാസം എന്തായാലും അവിടെ ഉണ്ട്. പക്ഷെ ഏറെക്കുറെ ജെയ്മീൻസ് ഇതിന് മുന്നേ വന്നിട്ടുള്ള എക്സാമിനേഷന് ഒരുപാട് റിലേറ്റഡ് എക്സ്പെക്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നിങ്ങൾ ചെയ്യുക. അതായത് ഓരോ ചാപ്റ്റേഴ്സിനും ഒരു 5 കൊല്ലത്തെ പ്രീവിയസ് ഇയർ, ലാസ്റ്റ് 5 കൊല്ലത്തെ പ്രീവിയസ് ഇയർ നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിനുള്ള സമയം എന്തായാലും നമുക്ക് കിട്ടും. എല്ലാ ചാപ്റ്റേഴ്സിനും നമുക്ക് ചെയ്തിരിക്കണം. പിന്നെ ഒരു സംഭവം എന്താ വെച്ചാൽ, നിങ്ങളിപ്പം കണക്റ്റിംഗ് ടോപ്പിക് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ മെട്രിക്സ് ഡിറ്റർമിനന്റ് എപ്പോഴും കണക്റ്റിംഗ് ആയിട്ട് വരുന്നത്. നിങ്ങൾ മെട്രിക്സ് മാത്രം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡിറ്റർമിനന്റ് കൂടി പഠിച്ചു പോയാൽ നിങ്ങൾക്ക് അതിൽ ചോദിക്കാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും കണക്റ്റഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചു പോയതുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ കാൽക്കുലസ് പറയും. കാൽക്കുലസിൽ ഇപ്പം ലിമിറ്റ്, ഡിഫറൻഷ്യബിലിറ്റി, കണ്ടിന്യൂറ്റി, ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്, ആ ചാപ്റ്റേഴ്സ് നല്ലോണം ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് അത് ഫുള്ള് പഠിക്കാം. അതുപോലെ മാത്സിൽ വേറെ പറയുന്നത് ട്രിഗണോമെട്രിയും സീക്വൻസും സീരീസും എല്ലാത്തിലും വരും. അതെന്തായാലും ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ്, എന്തായാലും കവർ ചെയ്യേണ്ട സാധനമാണ്. പിന്നെ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, പ്രോബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് അത് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ വെക്റ്റർ 3D കണക്റ്റഡ് ആണ്. അങ്ങനെയൊക്കെയാണ് കാര്യമായിട്ട് കണക്റ്റഡ് ആയിട്ട്. നമ്മള് മെയിൻസിന്റെ കേസിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 158 മുതൽ ഒരു 200 മാർക്ക് വരെയാണ് ഡിഫറൻസ് സെഷന്റെ ആ ഒരു ടഫ്നെസ്സും ഈസിനെസ്സിനും അനുസരിച്ചിട്ട് മാറുമെങ്കിൽ പോലും ആ ഒരു ഏതാണ്ട് ഒരു 150 to 200 ആണല്ലോ ഒരു 99% എയിം ചെയ്യുന്ന ഒരു കുട്ടിക്ക് എത്തേണ്ട മാർക്ക് എന്ന് പറയുന്നത്. സോ അതിന് ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 300 നടക്കുന്നതിൽ 100 ഫിസിക്സ്, 100 കെമിസ്ട്രി ആൻഡ് 100 മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ ഇതിലൊരു 200 അടിക്കാൻ ഒരു പക്ഷെ ഒരു മാർക്ക് പോലും മാത്തമാറ്റിക്സിൽ സ്കോർ ചെയ്യാതെ മറ്റതിൽ രണ്ടിലും ഫുൾ അടിച്ചാൽ ആ കുട്ടിക്ക് പറ്റുന്നതല്ലേ ഉള്ളൂ.
അത് ശരിയാണ്, പക്ഷെ നിങ്ങൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും അത്രയും ബെറ്റർ ആയിരിക്കണം. പക്ഷെ അവിടെയും നമുക്ക് തോന്നുന്നു ഒരു മാത്തമാറ്റിക്സ് സൈഡ് ഫിസിക്സിലെ പല ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ആവശ്യമായിട്ട് വരും തോന്നുന്നു. അതും ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ഈസിയർ സൈഡ് എന്ന് പറയുന്നത് കെമിസ്ട്രി ചെയ്ത് മാക്സിമം കെമിസ്ട്രി പ്ലസ് ഫിസിക്സിൽ ഒരു മാക്സിമം സ്കോർ ചെയ്യുക. ദെൻ പലരും ഇപ്പോ NIT എത്താൻ യൂസ് ചെയ്യുന്ന അപ്രോച്ചാണ്, അതായത് ഫിസിക്സും കെമിസ്ട്രിയിലും മാക്സിമം സ്കോർ ചെയ്യുക, ദെൻ മാത്തമാറ്റിക്സ് എന്ന ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹൈ വെയിറ്റേജ് ടോപ്പിക്കുകൾ പ്ലസ് ഈസിനെസ്സും കൂടെ നോക്കിയിട്ട് സാർ അങ്ങനെ ഒരു ഈസി ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സിന്റെ എണ്ണം ഒന്ന് സാറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഒരു +2 സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഇപ്പോ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്ന് പറയാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ്? മാത്തമാറ്റിക്സ് നമ്മൾ കാര്യമായിട്ട് പറയുന്നത് ഇപ്പം ട്രിഗ്നോമെട്രി, വെക്ടറും 3D നമ്മൾ പറയാറുണ്ട്, കാരണം അതിൽ ഇന്റർലിങ്ക്ഡ് ആയിട്ട് വരിക. അത് മാത്രമല്ല 3Dയിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം മുന്നേ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, പുതുതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അതിന് ചോദിക്കുന്നില്ല. വെക്ടർ കുറച്ച് ടഫ് ആക്കാറുണ്ട്, പക്ഷേ 3D അതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതുപോലെ തന്നെ പ്രോബിലിറ്റിയിലൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. +1 പ്രോബിലിറ്റിയിലുള്ള കണ്ടൻസും യൂഷ്വലി ഇൻറ്റ്യൂറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ എന്തായാലും നമ്മളെ ഓരോ ചാപ്റ്റേഴ്സിന് മാത്രമായിട്ട് അങ്ങനെ ഈസി എന്ന് പറയുന്ന അങ്ങനെ പറ്റൂല, പക്ഷെ എന്തായാലും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും അതിലുണ്ടാവും. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷന്റെ ഏരിയയിലേക്കും അതോടൊപ്പം നമ്മുടെ സ്ട്രൈറ്റ് ലൈൻ ഏരിയയിലൊക്കെ പോവാണെങ്കിൽ ആ ഒരു ഈസി ഉള്ള ഭാഗങ്ങൾ മാത്രം നമുക്ക് പറ്റും തോന്നുന്ന ഭാഗങ്ങൾ മാത്രം പഠിക്കുക, ദെൻ ബാക്കി ഒരു മാക്സിമം കോൺസെൻട്രേറ്റ് നമുക്ക് ബാക്കി അങ്ങ് ഡ്രോപ്പ് ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ചില കുറെ പേര് ചോദിക്കാറുണ്ട് കാൽക്കുലസ് ഒഴിവാക്കിയാൽ ശരിയാവുമെന്ന്. ബേസിക് എന്തായാലും അറിഞ്ഞിരിക്കുക എന്നുള്ളത്, ബേസിക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ കാൽക്കുലസ് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല, അപ്പം എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ഒരു മൊത്തം +1 +2 മാത്തമാറ്റിക്സിന്റെ ഒരു 4/1 കാൽക്കുലസ് ആണ്. അതങ്ങനെ ഒഴിവാക്കാൻ പറ്റിയൊരു ചാപ്റ്റർ അല്ല, പക്ഷെ അത് പഠിക്കാനും വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പം നമ്മൾ കാര്യമായിട്ട് പറയുന്നത് പ്രീവിയസ് ഇയർ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാവരും കണ്ടിരിക്കണം. കണ്ടിരുന്ന് ക്വസ്റ്റ്യൻ കാണാൻ മാത്രമല്ല, നിങ്ങൾക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ സൊല്യൂഷൻ നോക്കാം, പക്ഷെ അത് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. ഏതിന്? എക്സാമിന് മുന്നേ എല്ലാത്തിലും. അപ്പോ നമ്മുടെ JEE-യിലേക്ക് പോകുമ്പോൾ പലരുടെയും ഡൗട്ടാണ് ആക്ച്വലി ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്യണം, ആ ബുക്ക് റെഫർ ചെയ്യണം, ഈ ബുക്ക് റെഫർ ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര കട്ടിയുള്ള മറ്റേ ചിത്തരഞ്ജൻ ഭക്തിയുടെ ആ ബുക്ക് വേണോ, അല്ലെങ്കിൽ HC വർമ്മ, അങ്ങനെ സാറിന് അങ്ങനെ ഒരു ബുക്സ് ഒരു ഔട്ട് ഓഫ് NCERTക്ക് പുറമെ വേറൊരു ബുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യകത തോന്നിയിട്ടുണ്ടോ? NCERT ഇപ്പം കെമിസ്ട്രിയിൽ NCERT വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. ഈവൻ ദോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഓക്കെ, എന്നാലും കുറവാണെങ്കിലും. മാത്സിനെ സംബന്ധിച്ചിടത്തോളം NCERT അത്ര യൂസ്ഫുൾ അല്ല, പക്ഷെ അതിൽ മിസലേനിയസ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷന് ക്വസ്റ്റ്യൻസ് അതുപോലെ വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആണ്. ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം നല്ല ബേസിക് ആയിട്ടുള്ള ലെവലിലാണ് പോകുന്നത്. തിയറി പാർട്ടിൽ നിങ്ങൾക്ക് പല പുസ്തകങ്ങളും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇപ്പം മാത്സിന് RD ശർമ്മയൊക്കെ റെഫർ ചെയ്യാറുണ്ട്, DC മാട്ടെ മറ്റേനും റെഫർ ചെയ്യാറുണ്ട്, ഫിസിക്സിനും റെഫർ ചെയ്യാറുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ 2020 എങ്ങാണ്ട് വെച്ചങ്ങാണ്ട് നമുക്ക് ഇതിന്റെ പാറ്റേൺ മൊത്തത്തിൽ മാറിയിരുന്നല്ലോ. കോവിഡിന്റെ സമയത്ത് എങ്ങാണ്ട് NTA ഏറ്റെടുത്തു, അതിന്റെ പാറ്റേൺ നല്ലോണം മാറിയിരുന്നു. അതായത് മുന്നേ ഒരു സബ്ജക്റ്റിൽ 30 ക്വസ്റ്റ്യൻ വന്നിരുന്നത് ഇപ്പം 25 ക്വസ്റ്റ്യൻ ആക്കി മാറ്റിയിട്ടുണ്ട്. ടൈം 3 ഹവർ തന്നെയാണല്ലോ. അപ്പം ക്വസ്റ്റ്യൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ലെവൽ നല്ലോണം കൂടിയിട്ടുണ്ട്. അപ്പോൾ 2020 ശേഷമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരമാവധി ചെയ്ത് നോക്കാം. ആൻഡ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ, ഇതിൻ്റെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ, നിങ്ങൾ 2020 ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് ലെവൽ കൂടിയ വേർഷൻ ഇക്കാരം 2025 ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ 2020 മുതൽ അങ്ങോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതായിട്ട് വരിക. അവിടെ മുതൽ 2025 വരെ 2026 വരെ നിങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഒരു 5 ഇയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യണം. ഇനി നിങ്ങൾക്ക് അഥവാ പ്രീവിയസ് ഇയർ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പഴയ പ്രീവിയസ് ഇയറിലേക്ക് പോകാം. ഒരു 2013 ആ ഒരു റേഞ്ചിൽ JMS നടന്നിട്ടുണ്ടല്ലോ, AEEE ഉള്ള സമയത്ത് നടന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കാം. അത് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി അതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, കീം ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾ എവിടെയാണോ പഠിക്കുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു റെഫറൻസ് ബുക്ക് ഉണ്ടാവുമല്ലോ, അതിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ പഴയ മെയിൻസിലേക്ക് പോവുക, എന്നിട്ട് പുതിയ മെയിൻസിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഇന്ത്യൻ നിങ്ങൾ എത്തേണ്ട എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് ആയിരിക്കും. സർ, ഇതൊരു വളരെ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പഠിച്ചാൽ JEE കിട്ടുമോ എന്നുള്ളതാണ് ആക്ച്വലി ഓരോ സ്റ്റുഡന്റിന്റെയും ഡൗട്ട് എന്നത്. സോ സാർ എന്താണ് അതിന്റെ അഭിപ്രായം? അതിന് അങ്ങനെ അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഉത്തരം ഇല്ല.
അത് ഒരു സ്റ്റുഡൻറ്റെയും എബിലിറ്റിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം പഠിച്ചാൽ കിട്ടുന്നവരും ഉണ്ട്, പക്ഷേ ആ സ്റ്റുഡൻറ്റ് എത്രത്തോളം സ്കില്ലുണ്ട്, മാത്സ് സ്കില്ലുണ്ട്, ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം ബേസിക്സ് അറിയാം എന്നുള്ളത് നല്ലോണം ബാധിച്ചിരിക്കും. പക്ഷേ ഡൂവബിൾ ആണ്. ഇപ്പൊ ഉള്ള സ്റ്റുഡൻസിന്റെ അടുത്ത് മെയിൻലി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ എന്താണ് അവർക്ക് പറ്റുക, ഇപ്പൊ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. സോ ആ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. ആ പ്രിപ്പറേഷൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. തിയറി പാർട്ട് നമ്മൾ തിയറിനെക്കാട്ടും കൂടുതലും ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ മാത്സിൻ്റെ എസ്പെഷ്യലി കേസിൽ തിയറിയെക്കാട്ടും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസിലൂടെ തന്നെ. ക്വസ്റ്റ്യൻസിലൂടെ തിയറി പഠിക്കുക എന്നുള്ളതിലാണ് അതിൻ്റെ കാര്യം. ദെൻ പിന്നെ നമുക്ക് ഒരു എക്സാം എടുക്കുമ്പോഴുള്ള കുട്ടികളെ പലരുടെയും ഡൗട്ടാണ്, അതായത് മോക്ക് ടെസ്റ്റ് എത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു മോക്ക് ടെസ്റ്റിന്റെ അനിവാര്യതയെ കുറിച്ച് സാറിന് എന്താണ്? മോക്ക് ടെസ്റ്റ് വളരെ അനിവാര്യമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് എക്സാം മാത്രം കണ്ടിന്യൂസ് എക്സാം എഴുതുന്ന ഒരു മോഡും പ്ലസ് ആ ഒരു എക്സ്പ്ലോഷറും സാധനങ്ങളും ഒക്കെ എത്രത്തോളമാണ് കുട്ടിക്ക് ഉപകാരമാകുന്നത് സാർ? ഓക്കെ, അത് നമ്മൾ സാധാരണ നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചിട്ട് തമ്മിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വീട്ടിലിരുന്നാണ് ചെയ്യില്ലേ, അതിനെക്കാട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വരിക. അപ്പം എക്സാമിനേഷൻ നമ്മൾ ചെയ്യുമ്പം ഓരോ ക്വസ്റ്റിനും എത്രത്തോളം ടൈം നമ്മൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. അത് മാത്രമല്ല, നമുക്കറിയാം ഒരു ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയാലും ശരി, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയാലും ശരി, രണ്ടിനും ഒരേ സെയിം മാർക്ക് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടണമെങ്കിൽ അതിന് മോക്ക് ടെസ്റ്റ് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. ആദ്യം ഒരു കൂൾ ഓഫ് ടൈം ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് മൊത്തം വായിച്ച് നോക്കുക. ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ബോർഡ് എക്സാം പോലെയല്ല. സോ സാർ, നമ്മുടെ ഈ റിവിഷൻ ടൈം സാർ ഇപ്പോ ഒരു പക്ഷേ ആ ഒരു ടൈമിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ആ ഒരു റിവിഷൻ ടൈമിൽ ഒരുപാട് സ്റ്റുഡൻസ് എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റിവിഷൻ സമയത്ത് വരുത്തുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. സോ സാറിന് എന്താണ് അതിൽ ആ ഒരു പാർട്ടിൽ പറയാനുള്ളത്, ബീങ് ആൻ IITian എന്നുള്ള രീതിയിൽ? റിവിഷൻ ആക്ച്വലി റിവിഷൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ധാരണ കിട്ടുന്നത് നമ്മൾ എത്രത്തോളം വന്നു, നമുക്ക് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നത് നമ്മൾ റിവിഷൻ ചെയ്യുമ്പോഴാണ്. പിന്നെ പറയുന്നത്, നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള കുറേ തെറ്റുകളുണ്ടായിരിക്കും. ആ തെറ്റുകൾ തിരുത്താനുള്ള ഒരു സമയം കൂടിയാണ് റിവിഷൻ എന്ന് വെച്ചാൽ. ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പം നമുക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സൊല്യൂഷൻസ് നോക്കാറുണ്ട്. ആ സൊല്യൂഷൻ നോക്കിയിട്ട് നമ്മൾ എന്താണ് തെറ്റ് പറ്റിയത്, ആ തെറ്റ് തിരുത്തണം. പിന്നെ തെറ്റ് ആവർത്തിക്കാതിരിക്കാനുള്ള വഴിയും കൂടി നോക്കണം. എന്തായാലും നമ്മൾക്ക് ഒരു മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ്, എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് ആ കാരണം നിങ്ങൾ എന്തായാലും കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ പലരും മിസ്റ്റേക്ക് ബുക്കൊക്കെ പലരും ചെയ്യാറുണ്ട്. ആ ഒരു നമ്മൾ ഇനി മോക്ക് ടെസ്റ്റ് പാർട്ട് പറഞ്ഞു, അങ്ങനെ എല്ലാ ജേർണിയിലും ഏതാണ്ട് എല്ലാ പോയിന്റ്സുകളും കവർ ചെയ്തു. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മൾ നല്ലോണം സ്റ്റക്കായി നിൽക്കാറുണ്ട്. ആ സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു 10 ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് വിചാരിക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു ഓക്കെയാണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു ഓക്കെയാണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റക്കായെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരിക്കലും അവിടെ സൊല്യൂഷൻ നോക്കരുത്, നമ്മളെ ക്വസ്റ്റ്യൻ വെറുതെ റൗണ്ട് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ വീണ്ടും അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ പരമാവധി നിങ്ങൾ അപ്പം തന്നെ സൊല്യൂഷൻ നോക്കാതിരിക്കാൻ നോക്കാം. റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടാവും, അതാണ് നമ്മളെ മെത്തേഡ്. അത് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതും നമ്മൾ വളർത്തിയെടുക്കേണ്ടതും. ആ ഒരു ഇൻഡ്യൂഷൻ നമ്മൾക്ക് ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന ഒരു ആൻസർ, നിങ്ങൾ കുറച്ചും കൂടി ടൈം എടുത്താൽ കിട്ടുന്ന ഒരു ആൻസർ, അത് നിങ്ങൾ സൊല്യൂഷൻ നോക്കിയാൽ ചിലപ്പം സൊല്യൂഷൻ വേറെ എന്തോ രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ആ മെത്തേഡ് മാറും. നിങ്ങൾ ചിലപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ പരമാവധി ഞാൻ സോൾവ് ചെയ്യില്ല. ഞാൻ എല്ലാവരും അടുത്ത് പോയി കണ്ട് അവർ സോൾവ് ചെയ്യുന്നുണ്ടോ, അവരെവിടെയാണ് സ്റ്റക്ക് ആവുന്നത്, അതിൻ്റെ ബാക്കി അങ്ങ് ചെയ്യിപ്പിക്കാനാണ് നോക്കില്ല. ഞാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ പിന്നെ ഞാൻ സോൾവ് ചെയ്യുന്നത് ഞാൻ മാത്രമാണ്, സ്റ്റുഡൻസ് അല്ല അത് സോൾവ് ചെയ്യുന്നത്. സ്റ്റുഡൻസ് നോക്കി എഴുതിയെടുക്കേ ഉള്ളൂ. അവിടെ നിങ്ങളൊരു സൊല്യൂഷൻ, ഒരു ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ നോക്കിയെടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യം ഉണ്ടാവുന്നില്ല. ഇനിയിപ്പോൾ സൊല്യൂഷൻ നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ നോക്കാം. എപ്പം അതിൻ്റെ ഒരു ചെറിയ ഭാഗം കണ്ട് ഒരു ചെറിയ സ്പാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് നോക്കാം. പക്ഷെ ബാക്കി സോൾവ് ചെയ്യേണ്ടത് നിങ്ങളായിരിക്കണം. പരമാവധി എഫേർട്ട് ഉണ്ട് നിങ്ങളായിരിക്കണം. ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഒരു ഇൻഡ്യൂഷൻ ആ ഒരു ഇൻഡ്യൂഷൻ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. ആ ഇൻഡ്യൂഷൻ ആണ് നമ്മൾ എക്സാമിന് ആവശ്യപ്പെടുക. ഇപ്പോ സാർ ഒരു IITian ആണ്. അപ്പോ ഒരുപാട് കുട്ടികൾക്ക് ഒരു ഫൈനൽ മെസ്സേജ്, നമ്മൾ എന്നാണ്ട് എല്ലാ ഭാഗങ്ങളും നമ്മുടെ ഒരു ജേർണിയിലെ സംസാരിച്ചു.
അപ്പൊ സാറിന് എന്താണ് ഒരു ഫൈനൽ മെസ്സേജ് എന്നുള്ള രൂപത്തിൽ കൊടുക്കാനുള്ളത്? ഫൈനൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ IIT എത്തിയവർ NIT എത്തിയവരെല്ലാവരും ഈ ഒരു പാതയിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അവർ ഈ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളവരാണ്. ഇതൊക്കെ ഓവർകം ചെയ്തവരുമാണ്. ഇത് ഓവർകം ചെയ്താൽ മതി, വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സംഭവമാണ്. സ്കോർ ചെയ്യാൻ നമ്മുടെ ഭാഗത്തു നിന്ന് വന്നാൽ മതി, എഫേർട്ട് വരണം. അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പെർസർവിയർ ചെയ്തുകൊണ്ടിരിക്കുക. സെൽഫ് ഡൗട്ടുകളൊക്കെ പരമാവധി കുറച്ചുകൊണ്ടിരിക്കുക. അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. കൺസെപ്റ്റൊക്കെ നല്ലോണം മനസ്സിലാക്കി പോയാൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമല്ല. കുറേ പേർക്ക് ഒരു ബേസിക് മാത്സിൽ ഇതൊക്കെ ഒരു ലാക്ക് ഉള്ളതുകൊണ്ടാണ് പലരും അങ്ങോട്ട് എത്താത്തതിൻ്റെ ഒരു സംഭവം. അത് നിങ്ങൾ ഫ്രഷപ്പ് ചെയ്ത് പോയാൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലോണം അതിജീവിക്കുക, അത് തന്നെയാണ് പറയുന്നത്. സോ അപ്പോൾ നമ്മളിവിടെ ഏതാണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ 6 മാസം അല്ലെങ്കിൽ 7 മാസത്തോളമുള്ള പ്രിപ്പറേഷൻ ജേർണിയിൽ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് അഫ്സൽ സാർ ഇവിടെ ഡിസ്കസ് ചെയ്തു. സോ നമുക്കൊരു അടുത്ത ഇതുപോലുള്ള വീഡിയോ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ അതുവരേക്കും ബൈ ബൈ.